പ്രേമലേട്ടാ, ചാർലി കിക്കിനെ തീർത്തത് ട്രംപാണോ? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. കാര്യം ഈ ഡൊണാൾഡ് ട്രംപ് ഇനിയും അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഒരാളാണ്. അവിടെ അതിന് നിയമപരമായി അത് അനുവദിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു 31 വയസ്സുകാരൻ, അദ്ദേഹം ഈ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു എന്താ പറയുക, ഒരു കൺസർവേറ്റീവ് എന്ന് പറയുന്ന, കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ ഈ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഈ വംശീയമായ കാര്യങ്ങളെക്കുറിച്ച് കടുത്ത നിലപാടുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം ഈ പ്രഭാഷണ പരമ്പരകളൊക്കെ നടത്തി വലിയ രീതിയിൽ ജനസ്വാധീനം നേടിയ ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പോലെയാണ്. ഏതാണ്ട് അതേപോലെ ഒരു ചിഹ്ന മാങ്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ട്. ഇദ്ദേഹം ഈ വെറുപ്പ് സംസാരിക്കുക, അതായത് ഈ പെട്ടെന്ന് ആളുകൾക്കിടയിൽ വേരൂന്നണമെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് മറ്റുള്ളവരെയൊക്കെ താറടിച്ച് സംസാരിക്കണമല്ലോ. അപ്പം അദ്ദേഹത്തിൽ അങ്ങനെ ഈ വെറുപ്പ് എന്താ പറയുക, വെറുപ്പ് നട്ട് വെറുപ്പ് വിളയിച്ച് വെറുപ്പ് കൊയ്യുന്ന ഒരു യുവജന നേതാവാണ് ഇദ്ദേഹം. അപ്പോൾ ട്രംപ് ഇതിൻ്റെ മറ്റൊരു വെർഷനാണല്ലോ. അപ്പോൾ ഈ ട്രംപിൻ്റെ ഇനി വേറൊരു ട്രംപ് വേണ്ട, അല്ലെങ്കിൽ എനിക്കൊരു എതിരാളി വേണ്ട എന്ന് കരുതി മുളയിലേ നുള്ളിയതാണ് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രചരണം വരുന്നത്. ട്രംപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ ഈ ചാർലി കിർക്കിനെ വധിച്ചയാളെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രംപ് തന്നെ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ പറയുന്നയാൾ, അയാൾ ശിക്ഷിക്കപ്പെടും, ഉറപ്പാണ്, കുറഞ്ഞത് വധശിക്ഷയെങ്കിലും അയാൾക്ക് കിട്ടും. ഈ ചാർലി കിർക്ക് അതൊരിക്കലും ഇത്തരത്തിലുള്ളൊരു അന്ത്യം അർഹിച്ചിരുന്ന ആളല്ല എന്നാണ് ട്രംപ് ഈ ചാർലി കിർക്കിൻ്റെ പ്രതിയെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ പ്രതിയെ കിട്ടി, അയാൾക്ക് വധശിക്ഷ തന്നെ കിട്ടുമെന്ന് ഉറപ്പാണ്. പറയുന്നത് അമേരിക്കൻ പ്രസിഡൻ്റാണ്. വിചാരണയൊന്നും നടത്തേണ്ടായിരിക്കും, വധശിക്ഷ തന്നെ കിട്ടുമെന്ന് ഉറപ്പാണ്. പിന്നെ ഈ മരിച്ചയാൾക്ക് ഇങ്ങനെ മറിക്കണമെന്നായിരുന്നില്ല അയാളുടെ വിധി, അതിൽ അയാൾക്ക് വലിയ ദുഃഖമുണ്ട് എന്നൊക്കെയാണ്. ഈ അമേരിക്കയിൽ ട്രംപ് പറഞ്ഞ അപ്പം തന്നെ തൂക്കി കോടതിയൊന്നും വേണ്ടേ? ഇനി കോടതിയെ ഇപ്പോൾ പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി കോടതിക്ക് മറ്റൊരു രീതി ചിന്തിക്കാൻ പറ്റില്ലല്ലോ. കാര്യം അമേരിക്കയിൽ സുപ്രീം കോടതി പോലും അവിടെ ഈ ജഡ്ജ് പാനലുകളുണ്ട്, ഒന്നിലധികം പേരാണ് വിധിക്കുന്നത്. അതിൽ ഈ പാനലിലേക്ക് ജഡ്ജിമാരെ ശുപാർശ ചെയ്യുന്ന ഇത് പൊളിറ്റിക്കൽ നോമിനേഷനാണ്. ഓരോ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വക്താവായിട്ട് ഒരാളുണ്ടാകും, ഡെമോക്രാറ്റുകളുടെ വക്താവായിട്ട് ഒരാളുണ്ടാകും. അങ്ങനെ ഭൂരിപക്ഷം ചേർന്നാണ് ഒരു കേസിൽ വിധിക്കുക. അതാണ് അവിടുത്തെ ഒരു നടപ്പ് രീതി. അല്ലാണ്ട് അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാണ് കോടതികൾ പ്രവർത്തിക്കുന്നതെന്ന് തോന്നിയാൽ അങ്ങനെ അല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ട്രംപ് മുൻകൂട്ടി തന്നെ പറയുന്നു ഇയാൾ പിടിയിലായിട്ടുണ്ട്, അയാളെ ശിക്ഷിക്കപ്പെടും. അതെ, ആ കഥ പറഞ്ഞു തരാം. അതായത് ഈ ചാർലി കിർക്കിൻ്റെ വധവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ഒരു 22 വയസ്സുകാരനാണ്. ഈ ഉട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രഭാഷണ പരിപാടിക്കിടയിലാണ് ഈ ചാർലി കിർക്ക് വധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഉട്ട സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നാണ് വെടി പൊട്ടിയത്. അപ്പോൾ വിദ്യാർത്ഥികളിൽ ആരോ ചെയ്ത ഒരു പ്രവൃത്തി എന്ന രീതിയിലാണ് ആദ്യം ഇത് വന്നത്. പക്ഷേ ഈ ചെയ്തയാൾ അപ്രത്യക്ഷനായ അവിടെ നിന്ന്. വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് സംഭവിച്ചത്. പോലീസിന് ഒന്നും കിട്ടിയില്ല അവിടെ നിന്ന്. ആകെ കിട്ടിയത് ഒരു വിരലടയാളം, ഇയാൾ ഓടിപ്പോയി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കിട്ടിയ ഒരു ഷൂസിൻ്റെ അടയാളം, പിന്നെ കാട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു തോക്ക്. ഇത്രയാണ് ആകെ കിട്ടിയത്. ഈ സംഭവം നടന്ന് 3 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. നമുക്കറിയാമല്ലോ, അമേരിക്ക എന്ന് പറയുന്ന ഇത്ര വലിയ വികസിതമായൊരു രാജ്യമാണ്. ഇത്രയും പ്രമാദമായൊരു കൊലപാതകം നടന്നിട്ട് 3 ദിവസം എടുത്തു അന്വേഷണ സംഘത്തിന് ഈ പ്രതിയെ പിടികൂടാൻ. ഏതാണ്ട് 7000-ഓളം സൂചനകളാണ് പ്രതിയെക്കുറിച്ച് ഇവർക്ക് കിട്ടിയത്. എന്നിട്ട് പോലും ആരാണ് പ്രതി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണ ഉണ്ടായില്ല. രസകരമെന്ന് പറയട്ടെ, ഈ സംഭവം നടന്ന സ്ഥലത്ത് വെച്ച് തന്നെ 2 പേരെ പോലീസ് കൈയോടെ പിടികൂടിയിരുന്നു. അവരെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പ്രായമായ ഒരു വൃദ്ധനായ ഒരാൾ, അയാൾ കിടന്ന് കരഞ്ഞു വിളിക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അയാൾ. നമ്മൾ ഈ ഭാഷാ പ്രശ്നമായതുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ട് വ്യക്തമല്ല. അപ്പോൾ അത്തരത്തിൽ പോലീസ് നടപടി എടുത്തിട്ട് പോലും ഒന്നും ആയില്ല. ഈ പിടികൂടിയ 2 പേരെ അവർ ഇത് സംഭവവുമായി ബന്ധമില്ലെന്ന് കണ്ട് പിന്നീട് വിട്ടയക്കുകയാണ് ചെയ്തത്. അപ്പോഴും ഈ യഥാർത്ഥ കൊലപാതകി എവിടെയോ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. 22 വയസ്സുള്ള ഇദ്ദേഹത്തിൻ്റെ പേര് ടൈലർ റോബിൻസൺ. ഈ ഉട്ട എന്ന് പറയുന്ന സ്ഥലത്തെ പ്രദേശവാസി തന്നെയാണ്. 22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇയാൾ ഈ വിദ്യാർത്ഥികൾക്കിടയിലോട്ട് കയറിയപ്പോൾ സ്വാഭാവികമായിട്ട് ഇയാൾ വിദ്യാർത്ഥികളിൽ ഒരാളായിരിക്കാം. അങ്ങനെ മറ്റുള്ളവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ പെട്ടെന്ന് അവിടുന്ന് പിടികിട്ടിയില്ല. ഇയാൾ അവിടെ നിന്നൊരു തൊപ്പിയൊക്കെ ധരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഈ കെട്ടിടത്തിൻ്റെ
മേൽക്കൂരയിൽ കൂടിയൊക്കെ ചാടി കടന്ന് രക്ഷപ്പെട്ടു പോകുന്ന CCTV വിഷ്വൽസൊക്കെ പുറത്തു വന്നു. അപ്പോൾ വേറെ നിവൃത്തിയൊന്നും ഇല്ലാഞ്ഞിട്ട് അമേരിക്കൻ പോലീസ് $1,00,000 പ്രതിഫലം പ്രഖ്യാപിച്ചു ഈ പ്രതിയെക്കുറിച്ച് സൂചന കൊടുക്കുന്നവരെക്കുറിച്ച്. അപ്പോൾ ഈ പ്രതി തന്നെ അവസാനം ഈ ഇവരുടെ പിതാവിനോട് കുറ്റസമ്മതം നടത്തി, ഞാനാണ് ഇത് ചെയ്തതെന്നായിരുന്നു. അങ്ങനെ ഈ പിതാവ്, ഈ ടൈലർ റോബിൻസൻ്റെ പിതാവ് ഒരു മന്ത്രി മുഖേന അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അങ്ങനെ ഈ പ്രതിയെ പിടികൂടി എന്നുള്ളതാണ് വിവരം. പിന്നെ ഒന്നുണ്ട്, ഈ പറയുന്ന ഈ ടൈലർ റോബിൻസൺ അയാളുടെ സുഹൃത്തിന് ഒരു സന്ദേശം അയച്ചിരുന്നു. അത് പ്രകാരം ഒരു തോക്ക് ഞാൻ ഈ ഒരു കാട്ടിൽ ടൗലിൽ പൊതിഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നൊരു സന്ദേശവും ആണ് കൈമാറിയത്. അപ്പോൾ ഇതൊക്കെ അന്വേഷണ സംഘത്തിന് ഇയാളിലേക്ക് എത്താനായിട്ട് സഹായകരമായി. ഇതുകൂടാതെ ഇയാൾ ഇതെന്തിനാണ് ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ആകെ ഉള്ളത് ഈ ടൈലർ റോബിൻസൺ ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വൈകിട്ട് ഇവർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബാംഗങ്ങളോട് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നയാൾ ഈ ഉട്ടാസ് യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. അയാൾ വെറുപ്പ് സംസാരിക്കുന്ന ആളാണ്. അത് ഇങ്ങനെ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കിർക്ക് വാസ് ഫുൾ ഓഫ് ഹെയ്റ്റ് ആൻഡ് സ്പ്രെഡിങ് ഹെയ്റ്റ്. ഈ ചാർലി കിർക്ക് മൊത്തം വെറുപ്പും കൊണ്ട് നടക്കുന്ന ഒരാളാണ്, അതുമാത്രമല്ല വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളാണ് എന്നാണ് ഈ ടൈലർ റോബിൻസൺ അയാളുടെ കുടുംബാംഗങ്ങളോട് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു. അപ്പോൾ അപ്പോഴും ഈ കുടുംബാംഗങ്ങൾക്ക് ഒരു പിടിയില്ലായിരുന്നു ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇവൻ കുറ്റസമ്മതം നടത്തി. അങ്ങനെ പ്രമാദമായ കേസിൽ അമേരിക്കൻ അന്വേഷണ സംഘം തല പുകഞ്ഞാലോചിച്ചിട്ടും ഈ പ്രതിയെ കിട്ടിയില്ല. അവസാനം പ്രതി തന്നെ കുറ്റസമ്മതം നടത്തിയിട്ട് അയാളുടെ പിതാവ് അധികൃതരെ അറിയിച്ചതുകൊണ്ട് ഈ പ്രതിയെ പിടികൂടി എന്നുള്ളതാണ്. അപ്പോൾ ഇയാൾ ഇത് സംബന്ധിച്ച് ഇനി എന്താണ് ഇയാളെ ഇതിന് പ്രേരിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത്തരത്തിൽ അമേരിക്കയിൽ ഈ വെറുപ്പ് വിളയിച്ച് വെറുപ്പെന്ന് പറഞ്ഞാൽ ഈ ജാതിമത വിദ്വേഷം അല്ല, ഈ വംശീയമായ വെറുപ്പാണ്. അത് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയവരിൽ പ്രമുഖർ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ അമേരിക്കക്കാർ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പയിനൊക്കെ നടത്തി. അമേരിക്കക്കാർ എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരല്ലാത്തവരൊക്കെ ഇവിടുന്ന് പുറത്താകണം. അതിപ്പോൾ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആഫ്രിക്കക്കാർ അവിടെ നിരവധിയുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്ന് അവിടെ താമസിക്കുന്ന ഇപ്പോൾ ഏഷ്യൻ വംശജരായിട്ട് ഇന്ത്യക്കാരൊക്കെ നല്ല വെളുത്ത് തുടുത്തുള്ള ഇന്ത്യക്കാരൊക്കെ അവിടെ കറുത്ത വർഗ്ഗക്കാരായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാര്യം ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ വംശത്തിൽപ്പെട്ടവരല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ വംശീയമായ വേർതിരിവ് വലിയ രീതിയിൽ സൃഷ്ടിച്ച് വലിയ രീതിയിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയ ആളാണ് ട്രംപ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ ചാർലി കിർക്ക് എന്ന് പറയുന്നയാൾ. അപ്പോൾ അയാൾക്കെതിരെയുള്ള രോഷം സ്വാഭാവികമാണ്. അയാളെ പ്രതികൂലിക്കുന്നവർ ഇത്തരത്തിൽ വരും. പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ കണ്ണൂരൊക്കെ രാഷ്ട്രീയ കൊലപാതകം നടക്കുമ്പോൾ ഈ ടൂൾസ് എന്നാണ് അവിടെ പറയുക, വലിയ മാരകായുധങ്ങൾ, വടിവാള്, വെട്ടുകത്തി, ഇതൊക്കെ കണ്ണൂരിൽ സുലഭമായിട്ട് കിട്ടും. നാടൻ ബോംബും എന്ന് പറയുന്ന പോലെ അമേരിക്കയിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് തോക്ക്. അപ്പോൾ ഇവിടെ വടിവാള് വെച്ച് വെട്ടുന്നതിന് പോലെ അവിടെ തോക്കെടുത്ത് തീർക്കുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി ഇതിൽ ഈ കൊലപാതകത്തിന് പിന്നിൽ ട്രംപിന് പങ്കുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം തനിക്ക് തുല്യശക്തിയായി ഒരാൾ വളർന്നു വരുന്ന മുളയിലെ നുള്ളിക്കളഞ്ഞു എന്നാണ് പ്രചരണം നടക്കുന്നത്. പക്ഷെ വാസ്തവം എന്താണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഏത് സാഹചര്യത്തിലാണ് ഇയാളെ വധിക്കാൻ ഈ ടൈലർ റോബിൻസൺ തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വസ്തുതകൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു.